നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണത്തെക്കുറിച്ചാണ്. പശുവിൻ പാൽ. പാൽ കുട്ടികൾക്ക് മാത്രമുള്ള ഒരു ഭക്ഷണമാണ് എന്ന് കരുതുന്ന പലരുമുണ്ട്. എന്നാൽ കുട്ടികൾക്ക് മാത്രമല്ല, ശരിയായ അളവിൽ കഴിക്കുകയാണെങ്കിൽ മുതിർന്നവർക്കും ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു പോഷക സമ്പുഷ്ടമായ ഭക്ഷണമാണ് പശുവിൻ പാൽ. അപ്പോൾ പാലിൽ ഏതെല്ലാം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു? പതിവായി നാം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാം? എത്ര അളവിൽ കുടിക്കണം? അതുപോലെ എപ്പോൾ കുടിക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നത്? ആർക്കൊക്കെ കുടിക്കാൻ പാടില്ല? ആരെല്ലാം നിർബന്ധമായും കുടിച്ചിരിക്കണം? അതുപോലെ തന്നെ അമിതമായി ഉപയോഗിച്ചാൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നതിനെ കുറിച്ചുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോഷക ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്ന് നോക്കാം. ധാരാളമായിട്ട് ഉയർന്ന നിലവാരത്തിലുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, വൈറ്റമിൻ B6, B12, B1, അതുപോലെ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, അതുപോലെ ചെറിയ അളവില് നല്ല ആരോഗ്യകരമായ കൊഴുപ്പും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് അമിനോ ആസിഡുകളും പാലിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പതിവായിട്ട് പാൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് അത് എല്ലുകളെയും പല്ലുകളെയും ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ്. പാലിൽ ധാരാളമായിട്ട് കാൽസ്യം, ഫോസ്ഫറസ് ഇവ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും വളരെ ശക്തി നൽകാനും അതുപോലെ പ്രായാധിക്യം മൂലമുള്ള അസ്ഥിക്ഷയത്തിൽ നിന്ന് രക്ഷിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു പരിഹാരം തന്നെയാണ് പാൽ. ഇതിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഹൃദയാരോഗ്യം മെച്ചപ്പെടാനും ഹൃദ്രോഗങ്ങളിൽ നിന്ന് ചെറുക്കാനും പാൽ സഹായിക്കുന്നത്. അതുപോലെ മസിലുകളുടെ വളർച്ചയ്ക്ക്, അതായത് നല്ല ഉയർന്ന രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രോട്ടീനാണ് മസിലുകളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഏതെങ്കിലും റിപ്പയറിനൊക്കെ മസിൽ ബിൽഡിനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ മസിൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഭക്ഷണമാണ് പാൽ. കുട്ടികളുടെ വളർച്ചയ്ക്ക് മികച്ചൊരു ഭക്ഷണമാണ് പാൽ. കുട്ടികളിൽ ഉയരം വെക്കുന്നതിനും ശരീര വളർച്ചയ്ക്കും മസ്തിഷ്ക വികാസത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം തന്നെയാണ് പാൽ. അതുപോലെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കോളിൻ ആണ് അതിന് സഹായിക്കുന്നത്. തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും അതുപോലെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, പഠനശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, ഏകാഗ്രത വളർത്താൻ സഹായിക്കുന്നു. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നിർബന്ധമായിട്ടും പാൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പാൽ. ഇതിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസ് എന്ന സ്വാഭാവിക പഞ്ചസാരയാണ് ഇതിന് കാരണം. അപ്പൊ രാവിലെ തന്നെ ഒരു ഗ്ലാസ് പാല് കുടിച്ചാൽ ആ ദിവസം മുഴുവനും ഉന്മേഷത്തോടെയും ഊർജ്ജസ്വലതയോടു കൂടെയൊക്കെ നമുക്ക് കഴിയാൻ പറ്റും. കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസ് എന്ന നാച്ചുറൽ ഷുഗറാണ് അതിന്റെ കാരണം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പാൽ. ഇതിലടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ്സും ആന്റി ഓക്സിഡൻസും ആണ് അതിന് കാരണം. അപ്പൊ നമുക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി കിട്ടാനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ, B12 ഇതൊക്കെ പല രോഗങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ചർമ്മത്തിനും മുടിക്കും ഏറ്റവും നല്ലൊരു ഭക്ഷണം തന്നെയാണ് പാൽ. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ ആണ് അതിനുള്ള കാരണം. നമുക്ക് ചർമ്മത്തിന് മൃദുത്വവും അതുപോലെ തിളക്കവും ഒക്കെ ലഭിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ മുടിയുടെ വളർച്ചയ്ക്കും പാൽ വളരെ നല്ലതാണ്. അതിലടങ്ങിയിരിക്കുന്ന കാൽസ്യവും ഫോസ്ഫറസ് ഒക്കെ മുടിയുടെ വളർച്ചയ്ക്കും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആരോഗ്യ ഗുണങ്ങളുടെ ഒപ്പം തന്നെ സൗന്ദര്യ ഗുണങ്ങളും ഒത്തിണങ്ങിയതാണ് പാൽ. മറ്റൊരു പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണം എന്നുള്ളത് നല്ല ഉറക്കം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പാൽ. ഇതിന് കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡാണ്.
അപ്പൊ ട്രിപ്റ്റോഫാൻ ഈ അമിനോ ആസിഡാണ് സെറട്ടോണിൻ, മെലാറ്റോണിൻ എന്നീ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത്. സെറട്ടോണിൻ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. മെലാറ്റോണിൻ നമുക്ക് രാത്രിയിൽ ഉറക്കം വരാൻ സഹായിക്കുന്ന ഹോർമോൺസ് ആണ്. അപ്പോൾ ഉറക്കക്കുറവുള്ളവർ രാത്രി ചെറു ചൂടുള്ള പാൽ കുടിച്ചിട്ട് കിടക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഇതെല്ലാമാണ് നമുക്ക് പാൽ കുടിച്ചതുകൊണ്ട് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ. ഇനി എപ്പോഴാണ് പാൽ കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് നോക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സമയമില്ല. എന്നാൽ പ്രഭാത ഭക്ഷണത്തോടൊപ്പം പാൽ കുടിക്കുന്നത് വളരെ നല്ലതാണ്. വൈകുന്നേരം പാൽ കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഉറക്കക്കുറവുള്ളവർക്ക് രാത്രി ഉറങ്ങുന്നതിന് അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പോ ചെറു ചൂടുള്ള പാൽ കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ വ്യായാമത്തിന് ശേഷം പാൽ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് അതിൽ കൂടുതൽ കാലറിയും അതുപോലെ കൊഴുപ്പും ഊർജവും എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വ്യായാമത്തിന് ശേഷം ഉള്ള പെട്ടെന്നുള്ള ക്ഷീണം മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് പാല്. ഇനി എത്ര അളവിൽ കുടിക്കണം എന്ന് പലർക്കുമുള്ളൊരു സംശയമാണ്. അപ്പൊ സാധാരണ ആരോഗ്യമുള്ളൊരു വ്യക്തി ഒരു ദിവസം 250 മില്ലി അല്ലെങ്കിൽ 300 മില്ലി പാലാണ് കുടിക്കേണ്ടത്. ഒരു ഗ്ലാസ് പാല്, അതാണ് സാധാരണ അളവിൽ കുടിക്കേണ്ടത്. എങ്ങനെ പാൽ കുടിക്കണം എന്ന് നോക്കാം. തിളപ്പിച്ചതോ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് പാസ്ചറൈസ് ചെയ്തതോ പാൽ കുടിക്കുക. പഞ്ചസാര അധികമായിട്ട് ചേർക്കരുത്. അതുപോലെ നമ്മൾ ഇപ്പൊ ചോക്ലേറ്റ് പൊടിയോ, അതായത് ഇപ്പം ബൂസ്റ്റ്, ബോൺവിറ്റ പോലെയുള്ള പൊടികളോ പതിവായിട്ട് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. ഏറ്റവും നല്ലത് പറ്റുമെങ്കിൽ പ്ലെയിൻ ആയിട്ട് പാൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അമിതമായിട്ട് പാൽ കുടിച്ചാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്ന് വെച്ചാൽ കലോറിയും ഊർജവും ഒക്കെ കൂടുതൽ കിട്ടുന്നുള്ളത് കൊണ്ട് അമിതവണ്ണം വരാം. അതുപോലെ പ്രമേഹ സാധ്യത കൂടുതലുണ്ട്, ഹൃദ്രോഗ സാധ്യത കൂടുതലുണ്ടാവും അമിതമായിട്ട് കഴിച്ചാൽ. ചിലർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് എന്നൊരവസ്ഥയുണ്ട്. അതായത് ഈ പാലിലുള്ള നാച്ചുറൽ ഷുഗറായ ലാക്ടോസിനെ ദഹിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരവസ്ഥ. അങ്ങനെയുള്ളവർ പാല് കുടിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള വയറിന് പ്രോബ്ലംസ് ഉണ്ടാകും. അതായത് വയറുവീക്കം, വയറുവേദന, വയറിളക്കം, പുളിച്ചു തകട്ടല്, അതുപോലത്തെ പല പ്രശ്നങ്ങളും ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് ഉണ്ടാകും. അങ്ങനെയുള്ളവരും പാല് കുടിക്കാൻ പാടില്ല. അപ്പൊ പാലിന് അലർജി ഉള്ളവര് ഇനി അമിതമായിട്ട് കഴിച്ച് പിന്നെ പഞ്ചസാരയോടും ചേർത്ത് അമിതമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അമിതവണ്ണവും അതുപോലെ പ്രമേഹവും എല്ലാം വരും. ഇനി ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ പാലിന് അലർജി ഉള്ളവര്. അപ്പൊ എങ്ങനെയാണ് പാലിന് അലർജി ഉണ്ട് അല്ലെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇത് കഴിച്ചു കഴിയുമ്പോൾ കഫം കൂടും. കഫപ്രകൃതിക്കാർക്ക് കൂടുതലായിട്ട് കഫം വരാം. അതുപോലെ ശ്വാസമുട്ട്, തുമ്മല്, അലർജി, അതുപോലെ ചൊറിഞ്ഞ് തടിക്കല് ഇതൊക്കെ ഉണ്ടാകാം. അപ്പൊ ഇങ്ങനെ പാലിന് അലർജി ഉള്ളവര് ഇത് കഴിക്കാൻ പാടില്ല. അതുപോലെ ഏതെങ്കിലും തരത്തില് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം പാൽ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആരൊക്കെയാണ് നിർബന്ധമായും പാൽ കുടിച്ചിരിക്കേണ്ടവർ എന്ന് വെച്ചാൽ കുട്ടികള്, വിദ്യാർത്ഥികള്, അതുപോലെ പ്രായമായവര്, മുലയൂട്ടുന്ന അമ്മമാരും ഗർഭിണികളും, അതുപോലെ കായിക താരങ്ങള്, ശരീരമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവര്, അതുപോലെ പ്രോട്ടീന്റെ അളവ് കുറവുള്ളവര്, അസ്ഥികളുടെ ബലം ക്ഷയിച്ചു പോകുന്നവർ, ഇവരൊക്കെ പാൽ നിർബന്ധമായിട്ടും കുടിക്കണം. കുട്ടികളെ പോലെ തന്നെ മുതിർന്നവരും പാൽ കുടിക്കേണ്ടതുണ്ടോ എന്ന് പലർക്കും സംശയമുണ്ട്. നിർബന്ധമായും കുടിക്കേണ്ടതുണ്ട്. കാരണം അവർക്കും വൈറ്റമിൻ ഡിയും B12ഉം അതുപോലെ കാൽസ്യവും ഫോസ്ഫറസും എല്ലാം ആവശ്യമുണ്ട്. പിന്നെ കഴിക്കാൻ പാടില്ലാത്തവർക്ക് അല്ലെങ്കിൽ പറ്റില്ലാത്തവർക്ക്, ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് പാലിന് പകരം മറ്റ് പല കാര്യങ്ങളും ഈ പോഷകങ്ങൾ ലഭിക്കാനായിട്ട് മറ്റു കാര്യങ്ങൾ, അത് പാൽ ഉൽപ്പന്നങ്ങൾ, തൈര്, മോര്, അതുപോലെ പനീർ, അതുപോലത്തെ പാൽ ഉൽപ്പന്നങ്ങളിലും ഈ പാലിന്റെ അതേ പോഷകങ്ങളുണ്ട്. അപ്പൊ പാൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ ഇൻടോളറൻസ് ഉള്ളവർക്കൊക്കെ പാൽ ഉൽപ്പന്നങ്ങളും അതുപോലെ ഇലക്കറികൾ, പയർവർഗ്ഗങ്ങൾ, ഇതിലൊക്കെ ഈ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള മറ്റ് ആഹാര സാധനങ്ങളൊക്കെ കഴിക്കാം. ഇനി പലർക്കുമുള്ള ഒരു സംശയമാണ് പാൽ കുടിച്ചാൽ വണ്ണം കൂടുമോ അല്ലെങ്കിൽ ശരീരഭാരം കൂടുമോ എന്നുള്ളത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അമിതമായിട്ട് കഴിച്ചാൽ മാത്രമാണ് വണ്ണം കൂടുകയുള്ളൂ. പിന്നെ പാൽ മാത്രം കുടിച്ചതുകൊണ്ടും വണ്ണം കൂടുകയില്ല. കാരണം കലറി കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരവണ്ണം കൂടുന്നത്. മിതമായ അളവിൽ ദിവസവും 1 ഗ്ലാസ് പാല് കുടിച്ചതുകൊണ്ട് ആർക്കും വണ്ണം കൂടുകയില്ല.
അപ്പോൾ നിങ്ങൾക്ക് പശുവിൻ പാൽ ഒരു സമ്പൂർണ്ണ പോഷക ഭക്ഷണമാണെന്നും അതിൽ ഏതെല്ലാം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്നും നമ്മൾ പതിവായി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങളും അതുപോലെ എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര അളവിൽ കുടിക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നതെന്നും അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.